Hello friends, Sonal Sajith YouTube channel. It's me Sonal Sajith. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലത്തെ കുഞ്ഞു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ വേറെ കുറച്ച് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതായത് വേറെ മോഡൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ഒരു ചെറിയ സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ സൈസാಗಿ ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പഴയ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ സ്പീക്കർ ആയതുകൊണ്ടാണ് ഇത്ര ചെറുത് എടുത്തത്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 5 വോൾട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് ചിപ്പാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 5 വോൾട്ടിൻ്റെ ഒരു മിനി ആംപ്ലിഫയർ ബോർഡാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 3.7 വോൾട്ടിൻ്റെ ഒരു മിനി റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഇതിന് 70-80 രൂപയായിട്ടാണ് വില വരുന്നത്. പിന്നെ വേണ്ടത് ഒരു ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഈ 4 കോമ്പോണൻറ്റ്സ്, അതായത് ഡയോഡ്, റെസിസ്റ്റർ, പിന്നെ USB ഫീമെയിൽ സോക്കറ്റ്, പിന്നെ ഒരു LED. ഇതെന്ന് വെച്ചാൽ നമ്മൾ ചാർജിങ് മൊഡ്യൂളിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന പാർട്സാണ്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ചാർജിങ് മൊഡ്യൂളിൻ്റെ സെപ്പറേറ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കോമ്പോണൻറ്റ്സാണ് നമുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞുതരാം. അപ്പം ബ്ലൂടൂത്ത് മോഡ്യൂളിന് വെച്ചാൽ 70 റുപ്പീസ്, പിന്നെ ആംപ്ലിഫയർ ബോർഡിന് 30 റുപ്പീസ്, ബാറ്ററിക്ക് ഏകദേശം 70-80 റുപ്പീസ്, പിന്നെ ബാക്കിയെല്ലാം ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കേസ് ആക്കാനുണ്ട്. അതിനായിട്ട് ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ PVC പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ 1.25 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു PVCൻ്റെ എഡ്ജൊന്നും അത്ര ഷേപ്പില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ റോൾ ചെയ്യുക. ഈ ഒരു PVC പൈപ്പിന് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആവണം അത് രണ്ടും. അപ്പോൾ ഇതെന്തിനാ വെച്ചാൽ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊന്ന് മാർക്കറോ പെൻസിലോ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു PVCൻ്റെ എഡ്ജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ PVC കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു PVCൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കാനുണ്ട്. ഇനി നമുക്കതെങ്ങനെ നോക്കാം. ഇനി നമുക്ക് ഈ ഒരു PVC ചൂടാക്കാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ സൈഡ് ചൂടാക്കുക. അതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡ് ചൂടാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു PVC പിടിക്കുമ്പോൾ കട്ടിംഗ് പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പിടിക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ആ ഒരു സൈഡ് ചൂടാക്കി കൊടുക്കാം. അതിനായിട്ട് ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചൂടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ പറ്റുക. ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചൂടാക്കാൻ. അപ്പോൾ കുറച്ച് സമയം ചൂടാക്കി കൊടുക്കുക. അതിന് ചൂടായതിന് ശേഷം നമ്മൾ ഇതേപോലത്തെ എന്തെങ്കിലും PVC പൈപ്പോ അല്ലെങ്കിൽ മാർക്കറോ യൂസ് ചെയ്തിട്ട് നമ്മൾ ചൂടാക്കിയ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു സൈഡിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 സൈഡും ചൂടാക്കിയിട്ട് ഈക്വൽ ഷേപ്പ് ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ സൈഡിലെല്ലാം ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 2 മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ നേരത്തെ കാണിച്ച ഒരു പേപ്പർ മെത്തേഡ് തന്നെയാണ് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു PVCൻ്റെ 2 എഡ്ജിലും 2 സൈഡും ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്മൂത്ത് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് എഡ്ജ് ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 280ൻ്റെ സാൻഡ് പേപ്പർ നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ സൈഡെല്ലാം സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ കേസ് മൊത്തമായിട്ട് ഞാൻ സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന് അധികം കുറച്ച് ഡാമേജ് ഇല്ലോണ്ട് തന്നെ, അതായത് PVCൻ്റെ പുറത്തെല്ലാം കുറച്ച് ഡാമേജ് ഇല്ലോണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റിക്കറോ അല്ലെങ്കിൽ പെയിൻറ്റോ അടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത് സ്മൂത്ത് ചെയ്ത് കൊടുത്തിന്. നമ്മളിപ്പോൾ സ്റ്റിക്കർ ആയാലും പെയിൻറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ബോഡി ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടൂ. അപ്പോൾ ഞാനിതിൽ സ്റ്റിക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാം ഇതിൽ. അപ്പോൾ ഞാൻ ഈ ഒരു കേസിൽ സ്പീക്കറിന് വേണ്ടിയിട്ട് ഒരു ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ സോൾഡറിങ് യൂസ് ചെയ്തിട്ട് ഹോളാക്കിയിട്ട് പിന്നെ ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുക ഇത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു PVC പൈപ്പിനെ PVC ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കേസിന് 2 സൈഡിലും കവറിങ്ങിന് വേണ്ടിയിട്ടാണ്, 2 സൈഡിലും കവറിങ് ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു PVC ഷീറ്റാക്കി എടുത്തത്. ഇനി നമുക്ക് ഈ ഒരു PVCയിൽ മാർക്കിങ് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരേ സൈഡ് വെച്ച് മാർക്ക് ചെയ്യാൻ പാടില്ല, 2 മാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ 2 സൈഡിലും വേറെ ഷേപ്പായിരിക്കും. ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും ഷേപ്പിൽ. അപ്പോൾ 2നും വേറെ അളവ് തന്നെ എടുക്കുക, അതായത് മാർക്കിങ് തന്നെ കൊടുക്കുക. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു PVC ഷീറ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഷീറ്റിൽ ഞാൻ കുറച്ച് ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ നമ്മളെ ചാർജിങ് സോക്കറ്റ്, അതായത് ഫീമെയിൽ സോക്കറ്റ് അതിന് വേണ്ടിയിട്ട്, പിന്നെ ഒന്ന് LED ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടി, പിന്നെ ഒന്നെന്ന് വെച്ചാൽ സ്വിച്ചിന് വേണ്ടി. അങ്ങനെ 3 ഹോൾസ് ഇവിടെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡിലൊന്നുമില്ല.
ഇനി നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കണക്ഷനും കാര്യങ്ങളും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആംപ്ലിഫയർ ബോർഡിൻ്റെ കണക്ഷൻ നോക്കാം. അപ്പോൾ ആംപ്ലിഫയർ ബോർഡിൽ 5 പിന്നാണ് ഉണ്ടാവുക കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 പിന്നിൽ ആദ്യത്തെ പിന്നെന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്, അതായത് നെഗറ്റീവ്. പിന്നെ രണ്ടാമത്തെ പിന്നെന്ന് വെച്ചാൽ 5 വോൾട്ട് എന്നാണ് ലേബൽ ചെയ്തിട്ടുണ്ടാവുക. അതിനർത്ഥം അത് ഇതാണ്, പോസിറ്റീവ് 5 വോൾട്ടാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് റൈറ്റ്, അതേപോലെ ടി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ്, പിന്നെ ലെഫ്റ്റ്, ലെഫ്റ്റ്. അങ്ങനെ 5 പിന്നുണ്ട് ഇതിൽ. ഇനി ആ ഒരു ബ്ലൂടൂത്ത് ചിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലായിരിക്കും ലേബൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ബാക്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലും ആദ്യം തന്നെ ഗ്രൗണ്ടാണ്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ +5 വോൾട്ട്, അതായത് പോസിറ്റീവ്, ഗ്രൗണ്ട് നെഗറ്റീവ്. പിന്നില്ലെന്ന് വെച്ചാൽ റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്. അപ്പോൾ ഈ ഒരു 2 ബോർഡിലും സെയിം പിന്നേ ഇല്ലത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് രണ്ടും പാരലൽ കണക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഗ്രൗണ്ട് ഈ ഒരു ബ്ലൂടൂത്ത് ചിപ്പിൻ്റെ ഗ്രൗണ്ടായിട്ട് കണക്ട് ചെയ്യുക. ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് 5 വോൾട്ട് എന്ന് പറഞ്ഞത് ഈ ഒരു 5 വോൾട്ടായിട്ട് ബ്ലൂടൂത്ത് ചിപ്പിൻ്റെ 5 വോൾട്ടായിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ റൈറ്റും ഗ്രൗണ്ടും ലെഫ്റ്റും ഈ ഒരു ബ്ലൂടൂത്ത് ചിപ്പിൻ്റെ റൈറ്റും ഗ്രൗണ്ടും ലെഫ്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യുക. അതായത് റൈറ്റും കണക്ട് ചെയ്യുക, ഗ്രൗണ്ടും കണക്ട് ചെയ്യുക, ലെഫ്റ്റും കണക്ട് ചെയ്യുക. ഇങ്ങനെ വേണം കണക്ഷൻ, കറക്റ്റ് പാരലൽ കണക്ഷനാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടും. എന്നാൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരലൽ 2 ബോർഡും തമ്മിൽ പാരലൽ കണക്ഷൻ ചെയ്തു. അതിനുശേഷം ബാറ്ററീൻ്റെ നെഗറ്റീവ് നമ്മൾ ഈ ബോർഡിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. പിന്നെ പോസിറ്റീവ് നമ്മൾ നേരെ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു സ്വിച്ചിൻ്റെ പിന്നിലേക്കാണ് കണക്ട് ചെയ്തത്. പിന്നെ ആ ഒരു സ്വിച്ചിൽ നിന്ന് ഒരു പിന്ന് നേരെ നമ്മളെ ബോർഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ റെഡിയായി. അതായത് ബാറ്ററിയും ബോർഡും സ്വിച്ചും തമ്മിലുള്ള കണക്ഷൻ അവിടെ റെഡിയായി. ഇനിയില്ല ചാർജിങ് മൊഡ്യൂൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് 2 പിന്നാണ് ഉണ്ടാവുക ഔട്ട്പുട്ടായിട്ട്. അപ്പോൾ അത് പോസിറ്റീവ് ഒരു നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് നമ്മൾ ഈ ഒരു ബാറ്ററീൻ്റെ പോസിറ്റീവിന് കണക്ട് ചെയ്തു. അത് സ്വിച്ചിലാന്ന് ബാറ്ററീൻ്റെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലത്. അപ്പോൾ അവിടത്തേക്ക് തന്നെ ഈ ഒരു പോസിറ്റീവ് കണക്ട് ചെയ്തു. പിന്നെ നെഗറ്റീവ് നമ്മൾ ഈ ഒരു ബോർഡിൽ തന്നെ കണക്ട് ചെയ്തു. ബോർഡിലാണല്ലോ ബാറ്ററീൻ്റെ നെഗറ്റീവ് ഉള്ളത്, അപ്പോൾ അവിടെ കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് ഇത് സ്പീക്കറിലേക്ക് 2 വയർ എടുത്തു, ലെഫ്റ്റ് റൈറ്റ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ റൈറ്റിലും വെക്കാം അല്ലെങ്കിൽ ലെഫ്റ്റിലും വെക്കാം. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഒരു കേസിന് സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക, സ്റ്റിക്കർ ഒട്ടിക്കുക അല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കുക, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ആ ഒരു സ്പീക്കറിൻ്റെ ഹോളിലൊരു നെറ്റ് ടൈപ്പ് ക്ലോത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ആ ഒരു സ്പീക്കറിന് കുറച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ഒരു PVC ഷീറ്റ് ഒരു സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് മാത്രമേ നമുക്ക് ബാക്കി ഫിറ്റ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിലേക്ക് നമ്മളെ കോമ്പോണൻസും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഷോർട്ട് ആവാൻ പാടില്ല. അപ്പോൾ എല്ലാ ഇൻസുലേഷനും ടാപ്പെല്ലാം ഒട്ടിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ കുഞ്ഞ് ബ്ലൂടൂത്ത് സ്പീക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല പെർഫെക്ഷൻ ഉണ്ട് സംഭവം. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റൽ 3BT എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് പെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സംഭവം പെയർ ആയിട്ടുണ്ട്. ഇനി നമുക്കെന്തെങ്കിലും മ്യൂസിക് വെച്ച് നോക്കാം. It's hard to breathe, but that's alright. Hush. അപ്പോൾ എന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. ഇനി നമുക്കൊന്ന് അടുത്ത വീഡിയോ കാണാം.